ഹലോ ഗൈസ്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് കാലം കുറയായി. പക്ഷെ മര്യാദയ്ക്ക് വീഡിയോ ഇടുന്നില്ല, ഒരു പണിയും എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും ചെയ്യാറില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, നീ യൂട്യൂബിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇട്. യൂട്യൂബ് വ്യൂവേഴ്സിനൊക്കെ ഈ സംസാരിക്കുന്ന വീഡിയോനോടാണ് താല്പര്യമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എന്ത് സംസാരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു എന്ത് എന്താണ് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടണ്ടേന്ന്. അപ്പം ഇന്ന് എടുക്കുന്ന ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. ഇപ്പം 11 മണിയായി, ഇന്നത്തെ ഡേറ്റ് 15. അപ്പം ഇന്ന് വൈകിട്ട് തന്നെ ഈ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ 11 മണിയായിട്ട് ഞാൻ ചന്ദനക്കുറിയൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചെന്ന്. കുളിച്ചിട്ടില്ല. ഇത് ഇന്നലെ രാത്രി ഇട്ട ചന്ദനക്കുറിയാണ്. കണ്ടോ? നമ്മളത് രാവിലെ 11 മണി വരെ സൂക്ഷിച്ചില്ല. അത് തന്നെ ഒരു വലിയ കഴിവാണ്. അപ്പം നമ്മൾ എന്തിനെപ്പറ്റി സംസാരിക്കും? പറയൂ. എനിക്കിനി അടുത്ത വീഡിയോ എന്തിനെപ്പറ്റി സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് വീഡിയോ എടുക്കണമെന്നോ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം എനിക്ക് മനസ്സിലാവും ഞാൻ എന്തിനെപ്പറ്റി സംസാരിക്കണമെന്ന്. അപ്പം എൻ്റെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം എനിക്ക് 12 വയസ്സുള്ളപ്പോൾ. അപ്പം ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിയായിരുന്നു എനിക്ക് കേട്ടോ. അപ്പം എല്ലാ ദിവസവും തലവേദന, വയറുവേദന, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 100 ന്യായം ഇറക്കും. എന്നിട്ട് സ്കൂളിൽ പോകാതിരിക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇരിക്കുമ്പം എനിക്ക് ശരിക്കും വയറുവേദന എടുക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് വയറുവേദന എടുക്കുന്നു, ഇന്ന് സ്കൂളിൽ പോകാൻ വയ്യാന്ന്. അപ്പം അമ്മ ആസ് യൂഷ്വൽ വിചാരിച്ച് ഞാൻ എന്തോ നമ്പർ ഇറക്കുമോ സ്കൂളിൽ പോകാതിരിക്കാനൊന്നും. ആറഞ്ചും പുറഞ്ചും എനിക്ക് അടി കിട്ടി. ഇപ്പോഴത്തെ പിള്ളേർ കണക്കൊന്നുമില്ല, അന്ന് എന്ത് ചെയ്താലും അടി കിട്ടുമായിരുന്നു. അപ്പം അടിയൊക്കെ കിട്ടി ഞാൻ കരഞ്ഞുകൊണ്ട് കുളിക്കാൻ പോയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പം ഒരു റെഡ് ബ്ലഡ്. അപ്പം എനിക്ക് ഏകദേശം പീരിയഡ്സ് ആണ്, ബ്ലഡൊക്കെ വരും എന്നൊക്കെ ഉള്ള ഒരു ബേസിക് നോളജൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കൺഫർമേഷന് വേണ്ടി ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു. അപ്പം അമ്മ പറഞ്ഞ്, നീ കുളിച്ചിട്ടെങ്കിൽ വാ, നീ ഇനി സ്കൂളിൽ പോകണ്ടാന്ന്. അപ്പം എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി, സ്കൂളിൽ പോകണ്ടല്ലോ എന്ന്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ പറയുമല്ലോ പീരിയഡ്സ് ആയവർ, എനിക്ക് 1 2 അപ്പം ഞാനും ഇനി തൊട്ട് ഇങ്ങനെയൊക്കെ പറയണമല്ലേ 1 2 അന്ന് ആദ്യത്തെ ടൈം എനിക്കതൊരു ഹാപ്പിനെസ് ആയിരുന്നു. ഞാനെന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്ത കണക്കായിരുന്നു. ഞാൻ അറിയുന്നില്ലല്ലോ ഇതുപോലൊരു പേട്ട് പണിയാണ് എനിക്ക് വരുന്നതെന്ന്. പിന്നെ 4th ഡേ ആയപ്പോഴേക്കും നമ്മളുടെ എന്തോ അശുദ്ധിയൊക്കെ മാറി ഒരു പൂജയും സംഭവമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഈ ഉരുളിക്കകത്ത് ഒരു മോതിരം ഇട്ടിട്ട് എല്ലാവരും കൂടി കൈയിട്ടിളക്കി എന്തോ പരിപാടി കാണിച്ചായിരുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പം ഇങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടത്തിയ. നിങ്ങളുടെ വീട്ടിൽ ഈ പ്രശ്നമുണ്ടോ നിങ്ങൾ പറയണം. നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ വിളിക്കരുതെന്ന് പറഞ്ഞ് കഥ അടച്ച് വീഡിയോ എടുക്കാൻ വന്നിരിക്കുമ്പോൾ കറക്റ്റ് അമ്മ വന്ന് അവിടെ നിന്ന് അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഈ പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടോ? അല്ലാത്തപ്പോൾ ഇരിക്കുമ്പോൾ ആർക്കും വിളിക്കേണ്ട, മൈൻഡ് പോലും ചെയ്യത്തില്ല. വി ഡസൻ എക്സിസ്റ്റ്, അങ്ങനെയാണ് അവർ. അപ്പോൾ നമ്മൾ എവിടെ ആയിരുന്നു നിർത്തിയ? 8 ദിവസം നമ്മൾ വീട്ടിൽ ഇരുന്ന്. 8 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോഴത്തേക്കും എല്ലാവർക്കും എന്നെക്കാട്ടി ഭയങ്കര നാണം. എൻ്റെ കൂട്ടുകാരും ടീച്ചേഴ്സിനും ഒക്കെ ഒടുക്കത്തെ നാണം, ഭയങ്കര ചിപ്പുമായിരുന്നു ഈ ഒരു സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു, എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു. ഇത് അടുത്ത മാസവും വന്ന് അടുത്ത വർഷവും വന്ന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ലൈക്ക് സ്പോർട്സിലുണ്ട്, ഡാൻസിലുണ്ട്, പാട്ടിനുണ്ട്. അങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. ബോഡി ഫുൾ ആക്റ്റീവായിരുന്നു. എപ്പോഴും എന്തെങ്കിലും എന്താ വർക്ക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് പെയിൻ എന്ന് പറയുന്ന സാധനം വന്നിട്ടേ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 10th ആയപ്പോഴേക്കും ഞാൻ സ്കൂൾ മാറിയിട്ട് വേറൊരു സ്കൂളിൽ പോയി. ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അത് ഏതോ ഒരു ജയിൽ കണക്കായിരുന്നു. സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവും. സ്റ്റിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും സ്പോർട്സ് ഇല്ല, ഡാൻസ് ഇല്ല, പാട്ടില്ല, ഒരു തേങ്ങയില്ല. നമ്മൾ 24 hours പഠിക്കുക, എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പഠിച്ചില്ലെങ്കിലും പ്രശ്നങ്ങൾ, എന്തൊരു വള്ളി പിടിച്ചൊരു സ്കൂൾ. അങ്ങനെ +1 ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വയറുവേദന സ്റ്റാർട്ട് ചെയ്തു, ഈ ബോഡി അനങ്ങാതിരുന്നിട്ട്. അങ്ങനെ പിന്നെ എല്ലാ പീരിയഡ്സിൻ്റെയും, അതായത് സ്കൂളിൽ വെച്ചാവുന്ന ദിവസങ്ങളിൽ എന്നെ വീട്ടിൽ നിന്ന് ഒന്ന് വിളിച്ചു കൊണ്ടുപോകും. പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, വയറുവേദന എടുത്തൊരു പരുവോ. ലാസ്റ്റ് മെഡിസിൻ എടുക്കാൻ തുടങ്ങി, മെഫ്താൽ. എന്നെപ്പോലെ എല്ലാ പെൺപിള്ളേരും കഴിക്കുന്നുണ്ടായിരിക്കും, മെഫ്താൽ എടുക്കാൻ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ പീരിയഡ്സ് ആവുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും പറ്റത്തില്ല, ലൈക്ക് ഇത് എന്തോ ഹെൽത്തിന് ഇഷ്യൂ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയാ, എന്നാൽ പിന്നെ ഇയാൾ ഈ കസേരയിലോട്ട് കയറിയിരി, ഇയാളെന്ന് പറ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ മാത്രം കഴിക്കും. പിന്നീട് അത് ഈ ദേഹം അനങ്ങാതിരുന്ന് ശീലിച്ച് ഇത് മറ്റൊരു പ്രശ്നം, ഈ തുമ്മൽ. അപ്പം ഈ ദേഹം അനങ്ങാതിരുന്ന് ശീലിച്ച് വേദനയുടെ ഇൻറ്റൻസിറ്റി കൂടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. PCOD ഇല്ല,
ഒരു പ്രശ്നമില്ല എനിക്ക്. പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ടുള്ള മാസമാണെങ്കിൽ എനിക്ക് ഒരു വേദനയും വരാറില്ല. വെറുതെ ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണെങ്കിൽ തീർന്ന് ആ മാസം. അത്രയും വേദനയായിരിക്കും. രാത്രി 2 മണി വരെയൊക്കെ ഉറങ്ങാതെ വേദന എടുത്തിരിക്കും. ആൻഡ് ലാസ്റ്റ് ടൈം പീരിയഡ്സ് ആയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി മോർണിംഗ് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ വന്നു. ഇഞ്ചക്ഷൻ്റെ പേര് സൈക്ലോപാം എന്നാണ്. ആരെങ്കിലും അത് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് നോക്കും. അപ്പം ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വീണ്ടും പെയിൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇത് ടോളറേറ്റബിൾ ആയിരിക്കും എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു 3 മണി വരെയും പെയിൻ, വെളുപ്പിനെയാണേ 3 മണി വരെയും കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ സർവൈവ് ചെയ്ത്. എനിക്കറിയത്തില്ല. ഇതായിരുന്നു സ്റ്റോറി. വലിയൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആവണം, യൂട്യൂബർ ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുവാന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്ത് വീഡിയോ ഇടണമെന്ന് അറിയാൻ വയ്യ. ഇപ്പം ഞാൻ ഷൂട്ടിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഇതെല്ലാം വ്ളോഗ് ആക്കണം, റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം ഞാൻ മറന്നു പോകും. നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലടേ. നമുക്ക് എഡിറ്റ് ചെയ്ത് തരാൻ ആരും ഇല്ലടേ. അതാണ് സംഭവം. ഓക്കെ, ബൈ.